പ്രിയപ്പെട്ട സെക്കൻഡ് ഇയർ കോമേഴ്സ് വിദ്യാർത്ഥികളെ 2018 മുതൽ നടന്ന ബിസിനസ് സ്റ്റഡീസിൻ്റെ വിവിധ പൊതുപരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെ മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ സീരീസിലെ 5ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓർഗനൈസിംഗ് എന്ന 5ാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 4 ചാപ്റ്ററുകളിലെ ചോദ്യങ്ങളുടെ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അവ കാണുമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം 2018 മാർച്ചിൽ ചോദിച്ച 1 മാർക്കിൻ്റെതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എൻ എലമെൻ്റ് ഓഫ് ഡെലിഗേഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കലിൻ്റെ ഘടകമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ അക്കൗണ്ടബിലിറ്റി, ഓപ്ഷൻ ബി അതോറിറ്റി, ഓപ്ഷൻ സി റെസ്പോൺസിബിലിറ്റി, ഓപ്ഷൻ ഡി പങ്ക്ച്വാലിറ്റി. കറക്റ്റ് ആൻസർ ഈസ് ഡി പങ്ക്ച്വാലിറ്റി. 2ാമത്തെ ചോദ്യം 2019 മാർച്ചിൽ ചോദിച്ച 1 മാർക്കിൻ്റെതാണ്. ഹിൻഡ് ഡെലിഗേഷൻ, ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്, ഡീസെൻട്രലൈസേഷൻ ഡാഷ്. സൂചന അധികാര കൈമാറ്റം, മേലുദ്യോഗസ്ഥനിൽ നിന്നും കീഴുദ്യോഗസ്ഥനിലേക്ക് അധികാരം കൈമാറുന്നു. അധികാര വികേന്ദ്രീകരണം ഡാഷ്. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. സിസ്റ്റമാറ്റിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ത്രൂ ഔട്ട് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ. 2020 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച 1 മാർക്കിൻ്റെതാണ് 3ാമത്തെ ചോദ്യം. ഡാഷ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ലീഡ്സ് ടു പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഉൽപ്പന്ന വൈദഗ്ധ്യവൽക്കരണത്തിലേക്ക് നയിക്കുന്ന സംഘടനാ ഘടന ഏത്? ആൻസർ ഈസ് ഡിവിഷണൽ സ്ട്രക്ചർ. 2020 മാർച്ചിലെ ചോദ്യപേപ്പറിൽ നിന്നുള്ള 1 മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്തത്. നെയിം ദ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വിച്ച് ഇൻക്രീസസ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. ഭരണപരവും പ്രവർത്തനപരവുമായ കഴിവുകൾ വർദ്ധിപ്പിക്കുന്ന സംഘടനാ ഘടന ഏത്? ആൻസർ ഫങ്ഷണൽ സ്ട്രക്ചർ. അടുത്ത ചോദ്യം 2018 ജൂൺ മാസം നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 2 മാർക്കിൻ്റെതാണ്. എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ എനി ടു. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ ഏതെങ്കിലും 2 പ്രാധാന്യം വിവരിക്കുക. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡെലിഗേഷൻ, ഇതിൽ നിന്നും ഏതെങ്കിലും 2 പോയിൻറ്റ്സ് വിവരിക്കുക. ഫെസിലിറ്റേഷൻ ഓഫ് ഗ്രോത്ത്, ബേസിസ് ഓഫ് മാനേജ്മെൻറ്റ് ഹയറാർക്കി, ബെറ്റർ കോഓർഡിനേഷൻ, റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് മാനേജേഴ്സ്, ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണൽ, എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. അടുത്ത ചോദ്യം 2019 ജൂൺ മാസത്തിൽ നടന്ന സേ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. 2 മാർക്കിൻ്റെതാണ് ഈ ചോദ്യം. മേഘ പ്രൈവറ്റ് ലിമിറ്റഡ്, എ സോപ്പ് മാനുഫാക്ചറിംഗ് കമ്പനി, ഹാസ് പ്രൊഡക്ഷൻ, പർച്ചേസ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മേഘ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ ഉൽപ്പാദനം, വാങ്ങൽ, വിപണനം, ഫിനാൻസ്, മനുഷ്യവിഭവം എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. വിച്ച് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് യൂസിംഗ് ബൈ ദം? ഏതുതരം സംഘടനാ ഘടനയാണ് ഇവിടെയുള്ളത്? റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. ഈ സംഘടനാ ഘടനയുടെ ഏതെങ്കിലും 2 മേന്മകൾ എഴുതുക. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഇവിടെ മേഘ ലിമിറ്റഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ഇനി പറയുന്ന അഡ്വാൻറ്റേജസിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം കൂടി എഴുതുക. ഇറ്റ് പ്രൊമോട്ട്സ് കൺട്രോൾ ആൻഡ് കോഓർഡിനേറ്റ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ഇൻ ദ മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, മിനിമൈസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ്, ഇറ്റ് മേക്സ് ട്രെയിനിങ് ഈസിയർ. അടുത്ത 2 മാർക്കിൻ്റെ ചോദ്യം 2020 മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. റീ അറേഞ്ച് ദ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗനൈസിംഗ് പ്രോപ്പർലി. തന്നിട്ടുള്ള ഓർഗനൈസിങ്ങിൻ്റെ സ്റ്റെപ്സ് ക്രമപ്പെടുത്തുക. ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, അസൈനിങ് ഡ്യൂട്ടീസ്, ഡിപ്പാർട്ട്മെൻറ്റേഷൻ, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. സ്റ്റെപ്സ് ഇൻ ഓർഗനൈസിംഗ്: ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ, അസൈനിങ് ഡ്യൂട്ടീസ്, എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. അടുത്തത് ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 2018 മാർച്ച് മാസത്തിലെ പൊതുപരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മനു അസോസിയേറ്റ്സ് ഈസ് എ കമ്പനി വിത്ത് സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പേഴ്സണൽ എക്സെട്ര. സജസ്റ്റ് എ സ്യൂട്ടബിൾ ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ടു ദം ആൻഡ് സജസ്റ്റ് 2 മെറിറ്റ്സ് ഓഫ് ഇറ്റ്സ്. ഉൽപ്പാദനം, വിപണനം, ഗവേഷണം, മനുഷ്യവിഭവം എന്നിങ്ങനെ വിവിധ വകുപ്പുകളുള്ള ഒരു കമ്പനിയാണ് മനു അസോസിയേറ്റ്സ്.
അതിന് അനുയോജ്യമായ ഒരു സംഘടനാ രൂപം നിർദ്ദേശിക്കുക. ഇതിൻ്റെ 2 ഗുണങ്ങളും പരാമർശിക്കുക. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഫങ്ഷണൽ സ്ട്രക്ചറാണ് ഈ സ്ഥാപനത്തിന് അനുയോജ്യമായത്. അതിൻ്റെ ഏതെങ്കിലും 2 മെറിറ്റ്സ് എഴുതുക. ഇറ്റ് പ്രൊമോട്ട്സ് ഡിവിഷൻ ഓഫ് വർക്ക് വിച്ച് ലീഡ്സ് ടു സ്പെഷ്യലൈസേഷൻ. ഇറ്റ് പ്രൊമോട്ട്സ് കൺട്രോൾ ആൻഡ് കോഓർഡിനേഷൻ വിത്തിൻ എ ഡിപ്പാർട്ട്മെൻറ്റ്. 3 മാർക്കിൻ്റെ തന്നെ മറ്റൊരു ചോദ്യമാണ് അടുത്തത്. 2018 മാർച്ച് മാസത്തിലെ ചോദ്യപേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സ്പാൻ ഓഫ് കൺട്രോൾ വിത്ത് ആൻ എക്സാമ്പിൾ. സ്പാൻ ഓഫ് കൺട്രോൾ എന്ന തത്വം ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടു കൂടി വിവരിക്കുക. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എഴുതുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ അതിലുണ്ടായിരിക്കണം. ദ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് ഓർ സ്പാൻ ഓഫ് കൺട്രോൾ റെഫേഴ്സ് ടു ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് കൺട്രോൾഡ് ഡയറക്ട്ലി ബൈ എ സുപ്പീരിയർ. In a wider span of control, a manager has many subordinates who report to him. In a narrow span of control, a manager has fewer subordinates under him. 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അടുത്തത്. 2018 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോർമൽ ഓർഗനൈസേഷൻ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഔപചാരിക സംഘടനയും അനൗപചാരിക സംഘടനയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. നമുക്ക് ഉത്തരം നോക്കാം. ഇവിടെ തന്നിട്ടുള്ള ഔപചാരിക സംഘടനയുടെയും അനൗപചാരിക സംഘടനയും, അതായത് ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഏതെങ്കിലും 4 പോയിന്റ് വീതം എഴുതുക. 2019 ജൂൺ മാസത്തിൽ നടന്ന സേ പരീക്ഷയ്ക്ക് ചോദിച്ച 4 മാർക്കിൻ്റെതാണ് അടുത്ത ചോദ്യം. The employees of Metro Limited, a tea manufacturing company, formed a cricket team as a part of their recreation activities. തേയില നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മെട്രോ ലിമിറ്റഡിലെ ജീവനക്കാർ അവരുടെ വിനോദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരു ക്രിക്കറ്റ് ടീം രൂപീകരിച്ചു. നെയിം ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സോ ഫോംഡ്, ദാറ്റ് ഈസ് ക്രിക്കറ്റ് ടീം, ആൻഡ് റൈറ്റ് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഇറ്റ്. ഇത്തരത്തിൽ രൂപീകരിക്കപ്പെട്ട സംഘടനാ രൂപത്തിൻ്റെ, അതായത് ക്രിക്കറ്റ് ടീമിൻ്റെ പേര് പറയുക. ഇവയുടെ ഏതെങ്കിലും 3 പ്രത്യേകതകളും എഴുതുക. എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ തുടങ്ങിയ ക്രിക്കറ്റ് ടീം എന്നത് ഒരു ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒറിജിനേറ്റ്സ് ഫ്രം വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ ആസ് എ റിസൾട്ട് ഓഫ് പേഴ്സണൽ ഇൻറ്ററാക്ഷൻസ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഒഫീഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ആർ ഡെവലപ്ഡ് ബൈ ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഇറ്റ് ജനറേറ്റ്സ് സ്പോണ്ടേനിയസ്ലി. ഇറ്റ് ഹാസ് നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ ഓർ ഫോം. ഇതിൽ ഏതെങ്കിലും 3 പോയിന്റുകൾ എഴുതുക. അടുത്തത് ഒരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. 2018 ജൂണിൽ നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മെട്രോ ലിമിറ്റഡ് എൻഗേജ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സോപ്പ് ആൻഡ് ഇറ്റ് ഹാസ് പർച്ചേസ് പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. സോപ്പ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മെട്രോ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ പർച്ചേസ്, പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ് എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. സജസ്റ്റ് എ സ്യൂട്ടബിൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അനുയോജ്യമായ ഒരു സംഘടനാ ഘടന നിർദ്ദേശിക്കുക. സ്റ്റേറ്റ് എനി 2 മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഈ സംഘടനാ ഘടനയുടെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതുക. ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. ഇവിടെ ഫങ്ഷണൽ സ്ട്രക്ചറാണ് ഈ സ്ഥാപനത്തിന് അനുയോജ്യമായിട്ടുള്ളത്. അതിൻ്റെ മെറിറ്റ്സ്: ലീഡ്സ് ടു ഒക്കുപേഷണൽ സ്പെഷ്യലൈസേഷൻ, പ്രൊമോട്ട്സ് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഇൻക്രീസ് മാനേജീരിയൽ ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസി, മിനിമൽ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ് റിസൾട്ടിംഗ് ലോവർ കോസ്റ്റ്, ഫെസിലിറ്റേറ്റ്സ് ട്രെയിനിങ് ഓഫ് എംപ്ലോയീസ്. ഇനി ഡിമെറിറ്റ്സ് നോക്കാം. ലെസ് എംഫസിസ് ടു ഓവറോൾ എൻ്റർപ്രൈസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മോർ ടു പേഴ്സണൽ ഓർ ഡിപ്പാർട്ട്മെൻറ്റൽ ഒബ്ജക്റ്റീവ്സ്. ലീഡ്സ് ടു പ്രോബ്ലംസ് ഇൻ കോഓർഡിനേഷൻ, കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സ്, ലീഡ് ടു ഇൻഫ്ലെക്സിബിലിറ്റി. ഇതിൽ ഏതെങ്കിലും 2 മെറിറ്റ്സും 2 ഡിമെറിറ്റ്സും എഴുതുക. അടുത്ത ചോദ്യം 2019 മാർച്ച് മാസത്തിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച 5 മാർക്കിൻ്റെ ചോദ്യമാണ്. സ്റ്റാർ ലിമിറ്റഡ് പ്രൊഡ്യൂസസ് 3 ടൈപ്സ് ഓഫ് പ്രോഡക്ട്സ് സച്ച് ആസ് കോസ്മെറ്റിക്സ്, ഗാർമെൻറ്റ്സ് ആൻഡ് മെഡിസിൻസ്. സ്റ്റാർ ലിമിറ്റഡ് എന്ന കമ്പനി 3 തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. സൗന്ദര്യവർദ്ധന വസ്തുക്കൾ, തുണിത്തരങ്ങൾ, മരുന്നുകൾ എന്നിവയാണിത്. സജസ്റ്റ് എ സ്യൂട്ടബിൾ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഫോർ സ്റ്റാർ ലിമിറ്റഡ്. റെപ്രസെൻറ്റ് ദിസ് സ്ട്രക്ചർ ഇൻ എ ഡയഗ്രാം. സ്റ്റേറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് ഇറ്റ്. ഈ കമ്പനിക്ക് അനുയോജ്യമായ ഘടന ഏതെന്ന് പറയുക. ഈ സംഘടനാ ഘടനയുടെ ഒരു രേഖാചിത്രം വരയ്ക്കുക. ഈ സംഘടനാ ഘടനയുടെ ഏതെങ്കിലും 2 മേന്മകൾ എഴുതുക. നമുക്കിതിൻ്റെ ഉത്തരങ്ങളിലേക്ക് കടക്കാം. സ്റ്റാർ ലിമിറ്റഡിന് അനുയോജ്യമായ സംഘടനാ ഘടന ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്.
അടുത്തതായി ചോദ്യത്തിൽ തന്ന വിവരങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ രേഖാചിത്രം വരയ്ക്കുക. അതിനോടൊപ്പം ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ ഏതെങ്കിലും 2 അഡ്വാൻറ്റേജസ് കൂടി എഴുതേണ്ടതുണ്ട്. ഹെൽപ്സ് ഇൻ പ്രോഡക്റ്റ് സ്പെഷ്യലൈസേഷൻ. ഡിവിഷണൽ ഹെഡ്സ് ആർ അക്കൗണ്ടബിൾ ഫോർ പ്രോഫിറ്റ്സ്. ഇറ്റ് പ്രൊമോട്ട്സ് ഫ്ലെക്സിബിലിറ്റി, ഇനീഷ്യേറ്റീവ് ആൻഡ് ഫാസ്റ്റർ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത്. 2020 മാർച്ചിൽ നടന്ന പൊതുപരീക്ഷയ്ക്ക് ചോദിച്ച 5 മാർക്കിൻ്റെ ചോദ്യമാണ് അടുത്തത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻസ് എമംഗ് എംപ്ലോയീസ് വിത്തൗട്ട് എനി കോൺഷ്യസ് പർപ്പസ്. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് റെഫേർഡ് ഹിയർ. ഇത് ജീവനക്കാർക്കിടയിലെ സ്വകാര്യ സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാന ലക്ഷ്യത്തിൽ ഉണ്ടാകുന്ന പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി അല്ലാത്ത ശൃംഖലയാണ്. ഈ ആശയം വിശദീകരിക്കുക. നമുക്കിതിൻ്റെ ഉത്തരം നോക്കാം. ഇൻഫോർമൽ ഓർഗനൈസേഷൻ, അനൗപചാരിക സംഘടന. ഇതിനെപ്പറ്റിയാണ് നിങ്ങൾ ഇവിടെ വിവരിക്കേണ്ടത്. താഴെ തന്നിട്ടുള്ള ഉത്തരത്തിൽ പറയുന്ന എല്ലാ പോയിൻറ്സും ഉൾപ്പെടുത്തി വിശദീകരിക്കുക. അടുത്തത് 2020 ജൂലൈയിൽ ചോദിച്ച 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. എന്നീ 5 പോയിൻറ്സ്. ഡെലിഗേഷനും വികേന്ദ്രീകരണവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ രേഖപ്പെടുത്തുക. ഏതെങ്കിലും 5 എണ്ണം. അടുത്ത ചോദ്യം കൂടി നമുക്ക് നോക്കാം. 2020 നടന്ന മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച 5 മാർക്കിൻ്റെ ചോദ്യമാണ്. എക്സ്പ്ലെയിൻ എനി 5 കമ്പാരറ്റീവ് വ്യൂസ് ഓഫ് ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഡെലിഗേഷനെയും വികേന്ദ്രീകരണത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ഏതെങ്കിലും 5 പോയിൻറ്സ് എഴുതുക. നമുക്കിനി ഇവയുടെ ഉത്തരത്തിലേക്ക് കിടക്കാം. ഈ 2 ചോദ്യങ്ങളിലും ചോദിച്ചിട്ടുള്ളത് ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ഇവിടെ 5 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് ഏതെങ്കിലും 5 പോയിൻറ്സ് എഴുതുക. ഈ ചാപ്റ്ററിലുള്ള മുഴുവൻ ചോദ്യങ്ങളും ഇതോടെ അവസാനിച്ചിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം.